അതിഥികൾ വന്ന് തുടങ്ങിയിട്ടുണ്ട്. അതിഥിയല്ല, ഇതിന്റെ ആൾ ഇൻ ഓൾ ആണ് മേയർ ആര്യ രാജേന്ദ്രൻ. ഇപ്പോൾ എന്തായാലും എത്തിയിട്ടുണ്ട്. ഗുഡ് മോർണിംഗ് ആര്യ. എന്താണ് ആദ്യം തന്നെ ഈ കലോത്സവത്തിന്റെ മൊത്തം വൈബ് പറയാനുള്ളത്? വലിയ സന്തോഷമുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസമൊക്കെ പറഞ്ഞതുപോലെ അവസാനമായി തിരുവനന്തപുരത്ത് കലോത്സവം നടക്കുമ്പോൾ ഞങ്ങളൊക്കെ സ്കൂൾ വിദ്യാഭ്യാസത്തിന്റെ ഭാഗമായി വിദ്യാർത്ഥിയായതിൽ പങ്കെടുത്ത ആളാണ്. അപ്പോൾ സംഘാടകരുടെ ഭാഗത്ത് നിന്ന് കലോത്സവം നോക്കുക, അതിൻ്റെ നേതൃത്വപരമായ പങ്കുവയ്ക്കുക എന്ന് പറഞ്ഞത് ഒരു എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. മറ്റേത് നമ്മുടെ കോമ്പറ്റീഷൻ മാത്രമായിരിക്കും, അതിൻ്റെ ഒരു ആ കൂട്ടുകെട്ടിൽ നിന്ന് നമ്മൾ എവിടെയും പോകുന്നില്ല എന്നുള്ളതാണ്. പക്ഷേ ഇത് എല്ലായിടത്തും നമ്മളെല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ടുള്ള ഒരു പ്രവർത്തനം ഏറ്റെടുക്കുന്നു എന്ന് പറയുന്നത് ഒരു സന്തോഷമുള്ള കാര്യമാണ്. ഞങ്ങളുടെ പ്രേക്ഷകരുടെ ഏറ്റവും പ്രധാനപ്പെട്ട പരാതി എന്ന് പറയുന്നത് നിങ്ങളെയൊക്കെ ആകെ കുറച്ച് ഒരു ലൈറ്റർ മൊമെന്റ്സ് എന്നൊക്കെ അവരിലേക്ക് എത്തിക്കാൻ കഴിയുന്നതേ ആകെ ഈ ഒരു സമയത്താണ്. അപ്പോഴും കൂടെ നിങ്ങളോട് ഗൗരവത്തിൽ ചോദ്യങ്ങൾ ചോദിക്കരുത് എന്നുള്ളതാണ്. എന്താണ് കലോത്സവത്തിൽ പങ്കെടുത്തിട്ടുള്ളത്? കലോത്സവത്തിൽ പങ്കെടുത്ത അനുഭവം പ്രത്യേകമായി ചോദിക്കേണ്ടതാണ്. മേയർ ആര്യ രാജേന്ദ്രൻ ബേസ് ഡ്രം കൊട്ടും എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ അറിഞ്ഞിട്ടുണ്ട്. എന്ന് ഡ്രം മാത്രമാണോ, മറ്റേതൊക്കെ മേഖലകളിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് ആര്യയുടെ വേറൊരു മുഖം പ്രേക്ഷകരിലേക്ക് എത്തിക്കേണ്ട ഉത്തരവാദിത്തം ഈ കലോത്സവത്തിൽ ഞങ്ങൾക്കുണ്ട്. ഞാൻ ഇന്നലെ തന്നെ കുറച്ച് ബുദ്ധി കൂടുതൽ പ്രയോഗിച്ച് ഞാൻ എല്ലാവരോടും പറഞ്ഞു, ഞാൻ സിംഗിൾ ഐറ്റത്തിനൊന്നും പങ്കെടുത്തിട്ടില്ല, എല്ലാം ഗ്രൂപ്പ് ഐറ്റമാണ്. നമ്മളത് വിശ്വസിക്കണോ? വിശ്വസിച്ചേ പറ്റൂ. കാരണം പുറത്ത് ഇപ്പോൾ ഞാൻ പഠിച്ചിരുന്ന സ്കൂളിൽ തന്നെ ബാൻഡുണ്ട്. ഞാൻ ബാൻഡിൻ്റെ ഭാഗമായിരുന്നു. സംസ്ഥാന തലത്തിൽ 3ാം സ്ഥാനം വരെ തൃശ്ശൂർ നടന്ന കോമ്പറ്റീഷനിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കൂടുതലും അങ്ങനെ ഗ്രൂപ്പ് ഐറ്റംസ് ആണ്. അന്നേ ഒരു ഗ്രൂപ്പ് ആക്ടിവിറ്റിയുടെ ഭാഗമാണ്, ഒറ്റയ്ക്കൊന്നും അങ്ങനെ ചെയ്യുന്നതല്ല, ഗ്രൂപ്പായിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷമുണ്ട്. തീർച്ചയായിട്ടും പുതിയ കുട്ടികൾ ആ മേഖലയിലേക്ക് വരുന്നു. അതുപോലെ ഒരുപാട് വിദ്യാർത്ഥികൾ ഇപ്പോൾ കലോത്സവത്തിലേക്ക് കടന്നു വരുന്നു. പണ്ടത്തേനേക്കാൾ എനിക്ക് തോന്നുന്നു കുറേ കൂടി ഓപ്പർച്യൂണിറ്റീസ് അവർക്കുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം തന്നെ ഒരുപാട് വീഡിയോസ് കണ്ടപ്പോൾ ഒരു 10 വർഷം മുൻപ് ഉള്ള നമ്മുടെ ഒരു കലോത്സവത്തിൻ്റെ സാഹചര്യം നോക്കിയാൽ ഇങ്ങനെ ആയിരുന്നില്ല. മീഡിയ ഒന്നും അത്ര ഇതിനെ ഇങ്ങനെ ഓരോ ചെറിയ കാര്യം പോലും താഴോട്ട് കൊടുക്കുന്ന രീതിയിൽ അന്നുമുണ്ട്. മീഡിയ ഒരുപാട് സപ്പോർട്ട് ചെയ്തിരുന്നു. പക്ഷേ ഇപ്പോൾ കുറച്ചും കൂടി നമുക്ക് സാധ്യതകളുണ്ടല്ലോ. ഓരോ വർഷവും കൂടുതൽ കളർഫുൾ ആയിക്കൊണ്ടിരിക്കുന്നത്, കളർഫുൾ ആവുകയാണ്. ഒരുപാട് പേരുടെ പ്രവർത്തനം നമുക്ക് താഴോട്ട് എത്തിക്കാൻ കഴിയുന്നു. വളരെ ചെറിയ കാര്യം പോലും ജനങ്ങളിലേക്ക് എത്തിക്കാൻ കഴിയുന്നു. അപ്പോൾ അതൊരു വ്യത്യസ്തമായ ഒരു അനുഭവം തന്നെയാണ്. ഇത്തവണത്തെ ഒരു കലോത്സവത്തെക്കുറിച്ച് പറയുമ്പോൾ കഴിഞ്ഞ വർഷത്തേതിനെ അപേക്ഷിച്ച് എന്ത് വ്യത്യാസം കൊണ്ടുവന്നിട്ടുണ്ട്? പല പല പ്രത്യേകതകളുണ്ട്. ഗോത്രകലകൾ ഉൾപ്പെടെ സ്റ്റേജിലേക്ക് എത്തുന്നുണ്ട്. അതിനെക്കുറിച്ച് പറഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ എല്ലാ കലോത്സവങ്ങളും പ്രത്യേകിച്ച് നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ നേതൃത്വത്തിൽ നടക്കുമ്പോൾ എന്തെങ്കിലും ഒരു മാതൃകാപരമായ പ്രവർത്തനം എല്ലാ വർഷവും പ്രതീക്ഷിക്കുന്നതാണ്. അതിൽ ഇത്തവണ ഈ പറഞ്ഞതുപോലെ തദ്ദേശീയ ജനങ്ങളുടെ കൂടി അഭിപ്രായം മാനിച്ചുകൊണ്ട് അവരുടെ എല്ലാം ആഗ്രഹത്തിൻ്റെ ഭാഗമായി നമുക്ക് കുറച്ചുകൂടെ, എനിക്ക് തോന്നുന്നു തിരുവനന്തപുരത്തുള്ളവർക്കൊന്നും ഈ മംഗലം കളി അല്ലെങ്കിൽ അത്തരം കലാരൂപങ്ങളെ പറ്റിയൊന്നും അറിയില്ല. അത് എല്ലാവർക്കും മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു സാഹചര്യത്തിലേക്കും അതൊരു ഔദ്യോഗിക മത്സരത്തിൻ്റെ രീതിയിലേക്ക് വരുമ്പോൾ അതിന് വലിയ പ്രാധാന്യമുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഒരു ഗവൺമെൻറ്റിൻ്റെ ഒരു നയം കൂടിയാണ്, ഒരു സ്റ്റേറ്റ്മെൻറ്റാണ്. ആ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് നമ്മുടെ സമൂഹത്തിൽ ഇത്തരത്തിലുള്ള ആളുകളെ എല്ലാം നമ്മൾ ചേർത്ത് നിർത്തുന്നു, അവരുടെ കലാരൂപങ്ങൾ കൂടി താഴെത്തട്ടിലേക്ക് കൊണ്ടുവരുന്നു എന്ന് പറയുന്നത് ഒരു ഗവൺമെൻറ്റിൻ്റെ ഒരു കൃത്യമായ ഒരു സ്റ്റേറ്റ്മെൻറ്റായിട്ട് തന്നെയാണ് ഞാൻ അതിനെ കാണുന്നത്. അതെ, കാവ്യ പറഞ്ഞതുപോലെ ഈ ലൈറ്റർ മൂഡിൽ കിട്ടാൻ ഉള്ള ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ളത്, കുഞ്ഞിനെ ഇത്തവണ കലോത്സവത്തിന് കൊണ്ടുവരും? അല്ല, ഞാൻ ഇപ്പോൾ കഴിഞ്ഞ 2 ദിവസമായിട്ട് ചെറിയൊരു പനിയുടെ ലക്ഷണമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഒന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് കൊണ്ടുവരാമെന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ അതാണ് പ്രതീക്ഷിക്കുന്നത്. മോളും അത്യാവശ്യം പാട്ടൊക്കെ കേട്ടാൽ അത്യാവശ്യം ഓടി നടന്ന് ഡാൻസ് കളിക്കാൻ പറ്റുന്ന ചേച്ചിക്ക് അറിയാം. അപ്പോൾ അങ്ങനെ ഡാൻസൊക്കെ കളിക്കാൻ പറ്റുന്ന ഒരു വളർച്ചയിലേക്ക് എത്തി. 1 വയസ്സ് കഴിഞ്ഞു എന്നുള്ളത് ഒരു വലിയൊരു മൈൽ സ്റ്റോൺ ആണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം. നമുക്കധികം സമയം ചെലവഴിക്കാൻ കിട്ടുന്നില്ലെങ്കിലും ഇങ്ങനെയുള്ള സമയത്തൊക്കെ പരമാവധി കുഞ്ഞിനോടൊപ്പം ഉണ്ടാവുക എന്നുള്ളതാണ്. ഡാൻസ്, പാട്ട്, ഇത് ഏതെങ്കിലും മേഖലയിൽ മുമ്പ് കൈവച്ചിട്ടുണ്ടോ? അങ്ങനെയുള്ള മേഖലയിലൊന്നും അങ്ങനെ കൈവച്ചിട്ടില്ല. കൂടുതൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ബാൻഡ് അങ്ങനെയുള്ള ഗ്രൂപ്പ് ഐറ്റംസിനാണ് പങ്കെടുത്തിരുന്നത് സ്റ്റേറ്റ് കലോത്സവത്തിലൊക്കെ. കാവ്യ, ഇനി എന്തെങ്കിലും ലൈറ്റർ മൂഡിലേക്ക് എത്തിക്കാനുള്ള എന്തെങ്കിലും ചോദ്യങ്ങൾ നമ്മുടെ കയ്യിൽ ബാക്കിയുണ്ടോ? എല്ലാം പയറ്റി, അല്ല നമ്മളെല്ലാം പയറ്റി. ഗ്രൂപ്പ് ഐറ്റവും പറഞ്ഞുകൊണ്ട് ഇനി ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അല്ല, സമയമുണ്ടല്ലോ, നമുക്ക് ഒരുമിച്ച് ഒരു സസ്പെൻസ് പ്രേക്ഷകർക്ക് വേണ്ടിയിട്ടിടാം. ഒരു സർപ്രൈസുമായി മേയർ ആര്യ തന്നെ കൈരളിയിലെത്തും. സസ്പെൻസ് ആണ്. പ്രൊമോ ഇപ്പോഴേ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. പ്രോഗ്രാം എപ്പോഴാന്നുള്ള അറിഞ്ഞു. അത് പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഇപ്പൊ നമ്മള് അതൊരു സസ്പെൻസ് ആണെന്ന് പറഞ്ഞത് കൊണ്ട് തന്നെ അതിനെ നമ്മൾ ഇപ്പൊ പറയുന്നില്ല. അപ്പൊ ഇനി കാണാം തീർച്ചയായിട്ടും. അപ്പോൾ അങ്ങനെ മേയർ ആര്യ രാജേന്ദ്രൻ, തിരുവനന്തപുരത്തിന്റെ മേയർ, ഇപ്പോൾ ഈ നേരത്തെ കലോത്സവത്തിൽ ഒരു പാർട്ടിസിപ്പന്റ് ആയിട്ടും കലോത്സവത്തിൽ ഒരു കാണിയായിട്ടും ഒക്കെ നിന്ന് അനുഭവങ്ങൾക്ക് അപ്പുറത്ത് നിന്ന് ഇതിന്റെ ഒരു നേതൃനിരയിലേക്ക് ഈ ഒരു കലോത്സവത്തിന്റെ ഏറ്റവും ഗംഭീരമായ കോർഡിനേഷൻ
നോമിനേഷന്റെ ഒന്നാം നിരയിലേക്ക് എത്തിക്കൊണ്ട് അത് ഇത്ര ദിവസങ്ങളിലായി ഇത് വളരെ ഭംഗിയായി ക്രമീകരിച്ച് ഇന്നിപ്പോൾ എല്ലാവരും ആസ്വദിക്കുന്ന ഒരു നിലവാരത്തിലേക്ക് എത്തിച്ചിരിക്കുന്നതിന്റെ ഒരു സന്തോഷവും സംതൃപ്തിയും ഒക്കെയാണ് ഇപ്പോൾ പങ്കുവച്ചത്.